എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് നമ്മുടെ സാസുകയും ടീമും അവരാണെങ്കില് ഇപ്പൊ സുസാനയില് സാക്കുറെ അന്വേഷിച്ച് പോവാണ്. ഇവിടെ സാറുടെ ആണെങ്കില് ഒരു സെക്കൻഡ് അവളുടെ അമ്മയെക്കുറിച്ച് ആലോചിക്കും. അമ്മയ്ക്കാണെങ്കില് സാസുക എന്ന് വെച്ച ജീവനാണ്. എപ്പോഴും 100 നാവാണ് സാസുകയെ കുറിച്ച് പറയാൻ. അതുപോലെ തന്നെയാണ് സാസുക ഇപ്പൊ സാക്കുറ കാണാതായപ്പോ പോലും അമ്മയുടെ പവറിനെ കുറിച്ചും അമ്മയുടെ എബിലിറ്റിയെ കുറിച്ചും ആൾ ഒത്തിരി കോൺഫിഡൻസോട് കൂടെയാണ് സംസാരിക്കുന്നത്. ഇവര് തമ്മിൽ മീറ്റ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എങ്ങനെയായിരിക്കും ഇവർക്ക് തമ്മിൽ ഇത്രയും ബോണ്ട് ഉണ്ടായത് എന്നൊക്കെ ചിന്തിച്ച് അവൾ വീണ്ടും സങ്കടപ്പെടാൻ തുടങ്ങും. റൂട്ടോ ഉടനെ അവളുടെ ഷോൾഡറിൽ കൈവെക്കും. അത് കണ്ട് അവള് പറയും, ഇപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യണ്ട. എന്റെ അമ്മയെ ഒരു നോക്ക് കാണണം. എത്രയും പെട്ടെന്ന് അമ്മയെ കണ്ടുപിടിച്ചേ പറ്റൂ. കട്ട് ചെയ്താ ഇവിടെ ആ ഷിന്ന് അവനാണെങ്കില് അവന്റെ തകർന്നു പോയ കയ്യ് അതങ്ങനെ ഒരു വെപ്പനാക്കി മാറ്റും. അവൻ സാക്കുരയോട് പറയും, ആക്ച്വലി സാസുക അവൻ ഹിറ്റാച്ചിയുടെ ബ്രദറായി ജീവിക്കാൻ ഒരു യോഗ്യതയുമില്ല. ഹിറ്റാച്ചി അവന്റെ വഴിയിലാണ് ഞാൻ. സാസുകയെ തകർത്ത് അവന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റെന്ന് പറഞ്ഞ് അവൻ ഫുൾ പവറിൽ നിൽക്കും. സാക്കുറയ്ക്കാണെങ്കില് അത് സഹിക്കില്ല. അവൾ എടുത്തു ചാടി ഒരൊറ്റ ഇടിയടിക്കും. ആ ഒരു ഇടിയില് അവൻ തെറിച്ചു വീഴും. അവള് ദേഷ്യപ്പെട്ട് പറയും, ഒരു കാരണവശാലും എന്റെ മകൾക്കും ഹസ്ബൻഡിനും ഒരു പോറൽ പോലും വരാൻ ഞാൻ അനുവദിക്കില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാര് അവരും ഇപ്പോ ഷിന്നിന്റെ ഹൈഡ് ഔട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. നേരിടാൻ ഇപ്പൊ ഷിന്നിന്റെ ഒരുപാട് ക്ലൗൺസ് അങ്ങനെ ഓടി അടുക്കാണ്. സാറടയ്ക്കാണെങ്കില് അവളുടെ പവറും ദേഷ്യവും എല്ലാം തന്നെ ഒരുപോലെ അങ്ങനെ എരച്ചു കയറും. അവൾ എടുത്തു ചാടി അതിലൊരു ക്ലൗണിനെ അങ്ങനെ ചവിട്ടി തെറിപ്പിക്കും. ചോച്ചോയ്ക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. അവളുടെ ഫ്രണ്ട് സാറയുടെ തന്നെയാണോ? ഇവൾക്ക് ഇത്രയും പവർ ഉണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് അവളങ്ങനെ വണ്ടടിച്ച് നിൽക്കും. അടുത്ത സെക്കൻഡ് രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. നാറൂട്ടോ ചോച്ചോട് പറയും, ചോച്ചോ നീ പേടിക്കേണ്ട ആവശ്യമില്ല, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ നിന്റെ കൂടെ തന്നെ ഞാനുണ്ട്. അപ്പൊ ചോച്ചോ ചുറ്റും നോക്കും. ആ വില്ലന്റെ ഒരുപാട് ക്ലൗൺസ് അങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കാണ്. അവര് പറയും, ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞത് ഹൈഡ് ഔട്ടിലേക്ക് ആരെയും കയറ്റിവിടാൻ പാടില്ല എന്നാണ്. ഇവിടേക്ക് ആരെങ്കിലും വന്നാ അവരെ കൊന്നു കളയണമെന്നും ഞങ്ങൾക്ക് ഓർഡർ ഉണ്ട്. സോ ഉറപ്പായിട്ടും നിങ്ങളെ എല്ലാവരെയും കൊല്ലൂന്ന് പറഞ്ഞ് ആ ക്ലൗൺസ് അവറ്റകൾ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കാണ്. ഓരോ മിനിറ്റ് കഴിയും തോറും ഒരുപാട് ഷിന്നുകള് അങ്ങനെ പെരുകാണ്. ചോച്ചോ ആണെങ്കിൽ നേരെ വിളിച്ച് പറയും, നറൂട്ടോ എത്രയും പെട്ടെന്ന് ഇവറ്റകളെ കൊന്നുകളാ. അപ്പോഴായിരിക്കും നറൂട്ടോ പറയാ, എന്തൊക്കെയാണെങ്കിലും ഈ ഷിന്ന് അത് മുഴുവൻ മെയിൻ വില്ലനെ അവരുടെ അച്ഛനായിട്ടാണ് കരുതുന്നത്. മാത്രമല്ല ഇവറ്റകൾ വെറും ഷാഡോ ക്ലൗൺസ് അല്ല, ഇവരെ കൊല്ലാനായിട്ട് എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോ അതേസമയം ഇവിടെ സാക്കുറ അവളാണെങ്കിൽ ആ വലിയ ഷിന്നുമായിട്ട് പൊരിഞ്ഞ അട്ടയിടി ഫൈറ്റ് ഒരു പരിധി കഴിയുമ്പോ ഇപ്പൊ സാക്കുറയ്ക്കാണെങ്കിൽ അവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ വലിയൊരു പില്ലറെടുത്ത് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവളെ വെട്ടിത്തിരിപ്പിച്ച് അവിടുന്ന് മുൻപോട്ടോടും. പക്ഷെ ഓൾറെഡി സാക്കുറ അവൻ പോകുന്ന വഴിയില് പേപ്പർ ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പൊട്ടിത്തെറിച്ച് ഇപ്പൊ അവന്റെ ബോഡിയില് തീ കത്തിപ്പടരും. അവൻ അടുത്ത സെക്കൻഡ് വെള്ളത്തിലേക്ക് എടുത്തു ചാടി അവിടെ വെച്ച് സാക്കുറ അറ്റാക്ക് ചെയ്യും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത സാറട അവളാണെങ്കിൽ അവളുടെ അമ്മയെ തേടി ആ ഹൈഡ് ഔട്ടിലേക്ക് ഓടുകയാണ്. ഉടനെ അടുത്ത സെക്കൻഡ് വലിയൊരു ശുരീങ്കൻ അവളെ ഫോക്കസ് ചെയ്ത് അങ്ങനെ പറന്നു വരും. ടൈം സാസുക അവിടേക്ക് വന്ന് അവന്റെ അമത്തറാസ് പവർ ഉപയോഗിച്ച് അത് കത്തിക്കരിച്ചു കളയും. ആരുടെ സാസുകയെ നോക്കും. പക്ഷെ അവൻ പ്രത്യേകിച്ച് മൈൻഡ് ഒന്നും ചെയ്യാതെ അവിടുന്ന് അങ്ങനെ നടന്നു പോകും. കട്ട് ചെയ്താ ഇവിടെ സാക്കുറ അവളുടെ കയ്യില് ഒരുപാട് ഷുരീങ്കൻസ് അതങ്ങനെ കുത്തി ഇറങ്ങാണ്. പക്ഷെ അപ്പോഴും അവള് വിട്ടുകൊടുക്കാതെ ആ വെള്ളത്തിലൂടെ സ്കേറ്റ് ചെയ്ത് വന്നോണ്ടേയിരിക്കും. വില്ലനാണെങ്കിൽ അവന്റെ ശരീരം കണ്ണുപയോഗിച്ച് ഒരുപാട് ഷുരീങ്കൻ അവൾക്ക് നേരെ ചറപറ വലിച്ചെറിയും. കറക്റ്റ് ടൈം ഇപ്പൊ സാസുക അവൻ ചാടി വീണ് സാസുകയെ സേവ് ചെയ്യും. അതിനുശേഷം ആ വില്ലനുമായിട്ട് പൊരിഞ്ഞ അട്ടയടി ഫൈറ്റ്. സാറടയ്ക്കാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. അവൾ ടെൻഷനായി കരഞ്ഞ് നിലവിളിച്ച് അമ്മയുടെ അടുത്തേക്ക് ഓടി വരും. അമ്മയുടെ ബോഡി മുഴുവൻ ബ്ലഡ് ആണ്. സാക്കുറ ഇപ്പോ സാറടെ ആശ്വസിപ്പിക്കും. അതേസമയം സാസുക ചോദിക്കും, സാക്കുറ നീ ഓക്കെ അല്ലേ? നിന്റെ പെയിൻ അത് നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിനവള് പറയും, കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണ്. ഇവിടെ ഷിന്നാണെങ്കിൽ അവന്റെ കാലൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ വീണ് കിടക്കുകയാണ്. അപ്പൊ ഒരു ചെറിയ ഷിന്ന് ഇവിടേക്ക് ഹായ് ആയിട്ട് നടന്നു വന്ന് അവരുടെ മുൻപിൽ നിൽക്കും. ഉടനെ സാസുക അവൻ ഫുൾ കലിപ്പില് അതിനോട് പറയും, നിനക്ക് ജീവൻ വേണമെങ്കിൽ മാറി നിൽക്ക്. അത് ഉറപ്പിച്ചു പറയും, എന്തൊക്കെ സംഭവിച്ചാലും എന്റെ പപ്പയെ വിട്ട് ഞാൻ മാറില്ല. അതിന് സാസുക അവനവന്റെ കൈ അങ്ങനെ നീട്ടി ആ കുഞ്ഞൻ ഷിന്നിനെ ഇപ്പൊ രണ്ടായിട്ട് വെട്ടാൻ റെഡിയായി നിൽക്കും. സാറടയ്ക്കാണെങ്കിൽ അത് കണ്ട് ഹാർട്ട് ബീറ്റ് കൂടും. പപ്പ നോ
എന്നലറി കാറും. പക്ഷെ അപ്പോഴേക്കും ആ ചെറിയ ഷിന്ന് അത് വായിലൂടെ ചോര തുളുമ്പി അങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാ ആ മെയിൻ ഷിന്ന് അവന്റെ വെപ്പൻ ഉപയോഗിച്ച് ചെറിയ ഷിന്നിന്റെയും സാസുകയുടെയും ബോഡിയിൽ അങ്ങനെ കുത്തി ഇറക്കിയിരിക്കുകയാണ്. അവൻ വീണ്ടും സാസുകയെ പിടിച്ചു വലിച്ച് ഇടിക്കുകയാണ്. നീ നിന്റെ പവർ ഉപയോഗിച്ച് എന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമല്ലേ? സാക്കുറയാണെങ്കിൽ അവന്റെ അടുത്തേക്ക് ഓടി വരും. ഉടനെ ഒരുപാട് കത്തികൾ വലിച്ചെറിഞ്ഞ് അവൾ അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. സാക്കുറ സാറഡയോട് പറയും, സാറഡ നീ പേടിക്കേണ്ട ആവശ്യമില്ല, നിന്റെ പപ്പയുടെ പവർ എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരും എന്ത് വില കൊടുത്തും നിന്നെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുമെന്ന് പറയുമ്പോ ഇവിടെ സാസുക അവൻ പതിയെ തലയുയർത്തി കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യാൻ തുടങ്ങും. സാക്കുറയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ മനസ്സിലാവും. അവൾ അടുത്ത സെക്കൻഡ് ഏതോ ഒരു ദശയിലൂടെ ഓടാൻ തുടങ്ങും. സാസുക അവന്റെ റെനീങ്കം പവർ ഉപയോഗിച്ച് ഇപ്പൊ സാക്കുറ ഇൻവിസിബിൾ ആക്കി ആ വില്ലന്റെ തൊട്ടടുത്തെത്തിക്കും. ഉടനെ സാക്കുറ അവളുടെ കൈ ചുരുട്ടി ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയില് അവൻ കറങ്ങി അടിച്ചു വീഴും. പിന്നെ അവന് അനക്കം ഉണ്ടാവില്ല. ഓൾറെഡി ഒരുപാട് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ സാക്കുറ അവളും താഴേക്ക് വീഴും. പുറത്ത് നറൂട്ടോ ആണെങ്കിൽ ആ എല്ലാ ഷിന്നുകളെയും അങ്ങനെ അവന്റെ പവർ ഉപയോഗിച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആ റിയൽ ഷിന്ന് അതിപ്പോ പതിയെ പതിയെ കാറ്റിൽ അങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ ഷിന്നിന്റെ ക്ലൗണുകള് അവറ്റകളെല്ലാം ചേർന്ന് ആ റിയൽ ഷിന്നിനെ ഇഞ്ചിഞ്ചായി കൊന്നോണ്ടിരിക്കുകയാണ്. അവറ്റകൾ പറയും, അപ്പ നിങ്ങളല്ലേ പറഞ്ഞത് നമ്മുടെ ഇടയിൽ ആരാണോ യൂസ്ലെസ് ആവുന്നത് അവരെ നശിപ്പിച്ച് കളയണമെന്ന്. ഇപ്പൊ നിങ്ങളാണ് നമ്മളുടെ ഇടയിൽ യൂസ്ലെസ്. ഇനി നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് അറഞ്ചം പൊറഞ്ചം അവനെ വെട്ടുകയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഷോക്കായിട്ട് അതങ്ങനെ നോക്കി നിൽക്കും. അതിന് ഷിന്നാണെങ്കിൽ ഇപ്പൊ ടെൻഷനാവും. ഞാനാണ് റിയൽ ഷിന്ന്, എന്നെ കൊല്ലാൻ ഒരിക്കലും നിങ്ങൾക്ക് അധികാരമില്ല. അതിനാ ക്ലൗൺസ് അവറ്റകൾ ചിരിക്കും. ഇപ്പൊ ആക്ച്വലി നിങ്ങളാണ് യൂസ്ലെസ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിങ്ങളുടെ ആഗ്രഹം അത് സാധിക്കും. ഇനി ഞങ്ങളായിരിക്കും ഇത് ഗൈഡ് ചെയ്യുക. അവറ്റകൾ അത് പറയുന്ന സമയത്ത് തന്നെ ഒരുപാട് ക്ലൗൺസ് അവിടേക്ക് ഇരച്ചു കയറി വരും. ആ റിയൽ ഷിന്ന് പോലും ആ കാഴ്ച കണ്ട് ഫ്രീസ് ആയിട്ട് നിൽക്കും. ഉടനെ അവറ്റകൾ പറയും, അപ്പ ഓൾറെഡി ഞങ്ങളെ തന്നെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് അപ്പയുടെ സഹായം ഇല്ലാതെ തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ഈ ഒരു ടീമിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും. അടുത്ത സെക്കൻഡ് നറൂട്ടോ അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ ക്ലൗൺസുകളെ അങ്ങനെ റെഡിയാക്കി നിർത്തും. പക്ഷെ ഷിന്നുകളാണെങ്കിൽ വലിയ വലിയ ഷിന്നുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവിടേക്ക് കൊണ്ടുവരും. ഉടനെ സാസുക അവന്റെ സുസാന പവർ വെച്ച് അവറ്റകളെ അട്ടിച്ച് തെറിപ്പിക്കുകയാണ്. അപ്പോഴായിരിക്കും ആ ചെറിയ ഇൻസെക്ട് പോലുള്ള ജീവി അതിപ്പോ വീണ്ടും അതിന്റെ പവർ ഉപയോഗിച്ച് സാക്കുറെ അബ്സോർബ് ചെയ്തെടുക്കാണ്. അത് കണ്ട സാറഡ അവളുടെ കത്തിയെടുത്ത് അതിന് നേരം വലിച്ചെറിയും. അതാണെങ്കിൽ ഇപ്പൊ സാറഡയ്ക്ക് നേരെ ഒരുപാട് ഷുരിയങ്കൻസ് വലിച്ചെറിയും. അവള് ജസ്റ്റ് മിസ്സിന് ഓരോന്നിൽ നിന്ന് രക്ഷപ്പെട്ട് അതിന്റെ അടുത്തേക്ക് കുതിച്ചു പായും. അവൾ അടുത്തേക്ക് വരെ ആ ഒരു ജീവിക്ക് ഇപ്പൊ പേടിയാവും. അവള് തൊട്ടടുത്ത് വന്ന് ആ ഒരു ഇടിയില് ആ ജീവി അത് തെറിച്ചു പോവാണ്. ഇവിടെ ഒരു ഷിന്നാണെങ്കിൽ അതിന്റെ കത്തിയെടുത്ത് നറൂട്ടോയെ കുത്താനായിട്ട് വരും. പക്ഷെ നറൂട്ടോ അവന്റെ കുറാമ പവർ ഉപയോഗിച്ച് ആ കത്തി തടയും. അപ്പോഴായിരിക്കും ഷിന്ന് അവന്റെ ബോഡിയിലുള്ള ആ 9 ടൈലിനെ കാണുക. ആ ഷിന്നാണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ഉടനെ നറൂട്ടോ അവരോട് പറയും, നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. മര്യാദയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെയും ഞാൻ അറ്റാക്ക് ചെയ്യില്ല. വളരെ സേഫായി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഉടനെ അത് കേട്ട് ആ ക്ലൗൺസ് മുഴുവൻ അങ്ങനെ ശാന്തമായിട്ട് നിൽക്കും. സാസുക ഷോക്കാവും. നറൂട്ടോ നീ വീണ്ടും നിന്റെ നാവിന്റെ കഴിവ് ഉപയോഗിച്ച് ഇവരെ മുഴുവൻ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. പക്ഷെ നീ ഇപ്പൊ ചെയ്യുന്നത് ഇത് വലിയ മണ്ടത്തരമാണ്. ആക്ച്വലി ഇവർക്ക് ഹിറ്റാച്ചിയുടെ വഴി അതെന്താണെന്ന് അറിയില്ല. എന്റെ ചേട്ടനെ കുറിച്ച് എനിക്ക് മാത്രമേ അറിയൂ. ഇവരെല്ലാവരും വെറും മണ്ടന്മാരാണ്. അതിന് നറൂട്ടോ പറയും, ഒരിക്കലുമല്ല, ഇവര് ശരിക്കും കുഞ്ഞുങ്ങളാണ്. നമ്മൾ ഇവരെ പറഞ്ഞു മനസ്സിലാക്കി നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അതേസമയം സാക്കുറ അവൾ ആ ജിപ്സ് ബ്രേക്കായി വീണ്ടും തിരികെ വരും. സാറഡയെ കണ്ട സന്തോഷത്തില് അവൾ ഓടി വന്ന് സാറഡയെ ഹഗ് ചെയ്യും. ഉടനെ സാസുക അവനിപ്പോ സാറഡയെ നോക്കി പറയും, എന്റെയും സാക്കുറയുടെയും പരസ്പരമുള്ള സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും ഒക്കെ കാരണം അത് മറ്റാരുമല്ല സാറഡ, നീയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ക്ലൗൺസുകളെ മുഴുവൻ നറൂട്ടോ അവൻ സുരക്ഷിതമായിട്ട് യാമുട്ടോ സെൻസർ അടുത്ത് ഏൽപ്പിക്കും. മറ്റൊരു ഭാഗത്ത് ചോച്ചോയും സാറഡയും അവർ രണ്ടുപേരും ഇപ്പൊ ഗ്രാമത്തിലേക്ക് തിരികെ വരികയാണ്. ചോച്ചോ പറയും, സാറഡ നീ ആക്ച്വലി ഭയങ്കര ലക്കിയാണ്. നിന്റെ അച്ഛനെ കണ്ടെത്താനും സംസാരിക്കാനും കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും നിനക്ക് കഴിഞ്ഞു. പക്ഷെ എനിക്ക് മാത്രം എന്റെ അച്ഛനെ കണ്ടെത്താനായില്ല. അപ്പോഴായിരിക്കും ചോച്ചോ അവൾ ദൂരത്തായിട്ട് ഈനോട് കൂടെ ആരോ കാര്യമായിട്ട് സംസാരിച്ച് നിൽക്കുന്നത് കാണാം. ചോച്ചോ ആണെങ്കിൽ ആളുടെ അടുത്തേക്ക് ഓടിയെത്തി, ഹലോ നിങ്ങൾ ആരാണ്? നിങ്ങളെ കാണാൻ ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. ഉടനെ ആള്
ഉടനെ ആ ആള് ഇപ്പൊ ചോച്ചോയെ തിരിഞ്ഞു നോക്കും. അത് മറ്റാരുമല്ല, അവളുടെ പപ്പ ചോച്ചി. ചോച്ചി ഉടനെ കൈനീട്ടി അവളുടെ തലയിൽ തട്ടിക്കൊടുക്കും. അവള് ചെറുപ്പത്തിൽ അനുഭവിച്ച അതേ ഫീല്. അടുത്ത സെക്കൻഡ് ചോച്ചി അവന്റെ രൂപം അത് പഴയതുപോലാക്കും. ചോച്ചി അവളോട് പറയും, ഇതെന്റെ സെക്കൻഡ് പവറാണ്, ഇതുപയോഗിച്ച് എനിക്ക് ഏത് രീതിയിലേക്കും മാറാൻ കഴിയും. ഉടനെ നറൂട്ടോ അവനത് കണ്ട് ചിരിച്ച് ചോച്ചോയോട് പറയും, ചോച്ചോ നിന്റെ അച്ഛൻ അത് ചോച്ചി തന്നെയാണ്. കട്ട് ചെയ്താ ഇവിടെ കരീൻ. അവള് ഫുൾ കലിപ്പില് ഇപ്പൊ സുഗട്സുവിനോട് പറയും, നീ എന്താ ഈ പറയണേ? സാറടാ, അവളുടെ യഥാർത്ഥ അമ്മ അത് സാക്കുറ തന്നെയാണ്. സാക്കുറയുടെ ഡെലിവറി അത് നോക്കിയത് ഞാനാണ്. മാത്രമല്ല, നീ ടെസ്റ്റ് ചെയ്ത മുടി അത് എന്റെ അല്ല, സാക്കുറയുടേതാണ്. ഒട്ടും സമയമില്ല, എത്രയും പെട്ടെന്ന് സാറടെ പോയി കണ്ട് കാര്യങ്ങളെല്ലാം അവളെ ബോധ്യപ്പെടുത്തണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കാര്യങ്ങളൊക്കെ സാറടയ്ക്ക് മനസ്സിലായി. സാക്കുറ തന്നെയാണ് അവളുടെ അമ്മ, സാസുക അവളുടെ അച്ഛനും. അങ്ങനെ അവര് 3 പേര് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് സാസുക വീണ്ടും അവന്റെ മിഷനു വേണ്ടി പുറത്തേക്ക് പോവാണ്. സാസുക ആള് സാറടയുടെ തലയില് അങ്ങനെ തട്ടി അവിടുന്ന് യാത്ര പറഞ്ഞു പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.